ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീരാ വ്ളോഗ്സ്. ഞാനിതാ ഇന്ന് രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ കേട്ടോ. അങ്ങനെ നടന്ന് ഞങ്ങളിതാ പാടവരമ്പത്തെത്തി. അപ്പം തോന്നി പാടത്തിൻ്റെ സൗന്ദര്യം നോക്കി ഒരു 5 മിനിറ്റ് അവിടെ നിൽക്കാമെന്ന്. അങ്ങനെ നിൽക്കുമ്പോഴതാ സൂര്യൻ ഞങ്ങൾ എത്തി നോക്കുന്നു. സൂര്യൻ എത്തി നോക്കുന്ന കണ്ടപ്പോൾ ഒരാഗ്രഹം, സൂര്യനെ ഒന്ന് സൂം ചെയ്താലോ, എന്ത് കാണാൻ പറ്റും, ഒരാകാംക്ഷ തോന്നി. അങ്ങനെ സൂര്യനെ സൂം ചെയ്യാൻ തുടങ്ങി. സൂര്യനെ കുറേ നേരം സൂം ചെയ്തിട്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല. ആകെ കൂടെ ഒരു പ്രകാശം മാത്രം കാണുന്നുണ്ട്, മറ്റൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം മനസ്സിലായി, അന്ന് ചന്ദ്രനെ സൂം ചെയ്തപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടു. സൂര്യനെ സൂം ചെയ്താൽ ഒന്നും കാണാൻ കഴിയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങളുടെ ഗവേഷണം അവിടെ വെച്ച് നിർത്തി ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കല്യാണിക്കുട്ടിയോട് ചോദിച്ചു, നിനക്ക് സൂര്യനെ പറ്റി എന്തൊക്കെ അറിയാമെന്ന്. അവൾ പറഞ്ഞതാകെ സൂര്യൻ പ്രകാശം തരും, സൂര്യൻ ചൂട് തരും, ഇതല്ലാതെ കല്യാണിക്കുട്ടിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ 2 വാക്ക് സൂര്യനെ പറ്റി അവൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാമെന്ന്. അങ്ങനെ ഞാനൊരു 5 കാര്യങ്ങൾ കല്യാണിക്കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. രാത്രിയായാലും നമ്മൾ ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങൾ കാണാറില്ലേ? അതുപോലെ കാണുന്ന ഒരു നക്ഷത്രമാണ് സൂര്യൻ. അപ്പോൾ ചിന്തിക്കും, നക്ഷത്രങ്ങളെല്ലാം ചെറുതല്ലേ അമ്മേ, പക്ഷേ സൂര്യൻ മാത്രം എന്താ ഇത്ര വലുതെന്ന്. അതിന് കാരണം സൂര്യൻ നമ്മളുടെ ഭൂമിയിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രമാണ്. അതുകൊണ്ടാണ് നമുക്ക് സൂര്യനെ വലുതായി കാണാൻ പറ്റുന്നത്. ഊർജ സ്രോതസ്സാണ് സൂര്യൻ. എല്ലാ പ്രകാശത്തിൻ്റെയും ഉറവിടമാണ് സൂര്യൻ. എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അത്യാവശ്യമാണ് സൂര്യൻ. സൂര്യനില്ലെങ്കിൽ ഒരു ചെടിക്ക് വളരാൻ കഴിയില്ല. ഒരു ചെടിയിൽ പൂവിടാനും അതിൽ ഫലങ്ങൾ ഉണ്ടാവാനും അത്യാവശ്യമാണ് സൂര്യൻ. നമ്മുടെ ഭൂമിയിൽ നിന്ന് 150 മില്യൺ കിലോമീറ്റർ ദൂരമുണ്ട് സൂര്യനിലേക്ക്. പിന്നെ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം ഉണ്ടല്ലോ, പ്രകാശം നമ്മുടെ ഭൂമിയിലെത്താൻ 8 മിനിറ്റ് സമയമെടുക്കും. ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ സൂര്യനെ പറ്റി മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ആരെങ്കിലും സൂര്യനെ പറ്റി അറിയാവോ ചോദിച്ചാൽ പറയുമോ, സൂര്യൻ എനിക്ക് പ്രകാശം തരും, എനിക്ക് ചൂട് തരുമെന്ന്? അങ്ങനെയല്ലല്ലോ പറയാം. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയില്ലേ? അങ്ങനെ സൂര്യനെ പറ്റി സംസാരിച്ച് നടന്ന് ഞങ്ങളിതാ വീട്ടിലെത്തി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ, ബൈ.